രജനീഷ്, ഏറ്റവും പ്രിയപ്പെട്ട ചാനലിൻ്റെ പ്രാദേശിക ചാനലിൻ്റെ പ്രവർത്തകരെ, പ്രിയപ്പെട്ട കേബിൾ ടി ഓപ്പറേറ്റർമാരെ, സുഹൃത്തുക്കളെ, ഇവിടെ എനിക്ക് പരാമർശിക്കാനുള്ള കാര്യങ്ങൾ പ്രാദേശിക ചാനലുകളുടെ കൂട്ടായ്മ എങ്ങനെ ഉണ്ടാക്കിയെടുത്തുകൊണ്ട് നമ്മൾ നേരിടുന്ന വെല്ലുവിളി അതിജീവിക്കാമെന്ന വിഷയത്തെക്കുറിച്ചിട്ടാണ്. പ്രാദേശിക ചാനലിൻ്റെ നേരിടുന്ന വെല്ലുവിളിയെക്കുറിച്ച് നമ്മൾ എത്രയോ വേദിയിൽ നമ്മൾ സംസാരിച്ച കാര്യങ്ങളായതുകൊണ്ട് തന്നെ നമ്മളതിനെക്കുറിച്ച് വീണ്ടും പരാമർശിച്ചുകൊണ്ട് ആവർത്തന വിരസത ഉദ്ദേശിക്കുന്നില്ല. ഈ കാര്യത്തെക്കുറിച്ച് നമ്മുടെ സ്വാഗതം പറഞ്ഞ നിസാർ മുതൽ നമ്മുടെ CB ഉൾപ്പെടെ നമ്മളിന്ന് നേരിടുന്ന പ്രശ്നങ്ങൾ എന്താണെന്നുള്ളത് കൃത്യമായിട്ട് അഡ്രസ്സ് ചെയ്തിട്ടുണ്ട്. പ്രാദേശിക ചാനൽ വേദിയിലൊക്കെ തന്നെ നമ്മളത് പരാമർശിച്ചു പോയിട്ടുള്ളതാണ്. യഥാർത്ഥത്തിൽ ഇതൊരു അതിജീവനത്തിൻ്റെ പ്രശ്നമാണ്. അപ്പം അത് വളരെ റിയാലിറ്റിയിൽ നിന്നുകൊണ്ട് നമ്മൾ സംസാരിച്ചാലാണ് ഏതെങ്കിലും രീതിയിൽ ഈ നമ്മൾ നേരിടുന്ന ഈ പ്രയാസങ്ങൾക്ക് ഒരു പ്രതിവിധി ഉണ്ടാക്കുവാൻ സാധിക്കുമോ എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുക. ഇത് പറയുമ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത്, നമ്മൾ നേരിടുന്ന പ്രശ്നങ്ങൾ കേവലം സോഷ്യൽ മീഡിയയുടെ അതിപ്രസരം മാത്രമല്ല. നമ്മളൊക്കെ കേബിൾ ടി ഓപ്പറേറ്റർമാരാണ്. ഒരു ദശകം മുന്നേ നമുക്കറിയാം 130 മില്യൺ ഡിജിറ്റൽ കണക്ടിവിറ്റി ഉണ്ടായിരുന്ന സ്ഥാനത്ത് ഇന്ന് 70 ലക്ഷത്തിലേക്ക് അത് ചുരുങ്ങിയിരിക്കുക. സ്വാഭാവികമായിട്ടും നമ്മുടെ വ്യൂവർഷിപ്പ് കുറഞ്ഞു എന്നുള്ളത് വസ്തുതയാണ്. കാഴ്ചാശീലങ്ങൾ, ചാനലിൻ്റെ പ്രസക്തി കുറഞ്ഞെന്നല്ല, കാഴ്ചാശീലങ്ങൾ മാറി എന്നുള്ളതാണ് പ്രശ്നം. ആ ശീലങ്ങൾ മാറിയപ്പോൾ അതിനനുസരിച്ചിട്ടുള്ള കണ്ടൻറ്റിൻ്റെ ഭാഗത്തു നിന്നും അതുപോലെ തന്നെ നമ്മുടെ പ്രേക്ഷകരെ നമ്മോടൊപ്പം നിർത്തുവാനുമുള്ള നിലപാടുകൾ എടുക്കുന്നതിൽ നമ്മൾ കാലങ്ങളായിട്ട് നമുക്ക് വീഴ്ച ഉണ്ടായിട്ടുണ്ട് എന്ന് നമ്മൾ വിലയിരുത്തി പോകേണ്ടതുണ്ട്. അതൊരു വാസ്തവം തന്നെയാണ്. ഇവിടെ ശ്രീ ഹർഷൻ പറഞ്ഞതുപോലെ കാലഘട്ടത്തിനനുസരിച്ച് നമ്മുടെ പ്രാദേശിക ചാനലുകളുടെ ഉള്ളടക്കത്തിൻ്റെ കാര്യത്തിൽ ആവശ്യമായ മാറ്റങ്ങൾ ഉണ്ടാക്കിയെടുക്കുവാൻ നമ്മൾ എങ്ങനെയാണോ കേരള വിഷൻ ഈ രാജ്യത്തിന് മാതൃകയായ പോലെ തന്നെ പ്രാദേശിക ചാനലും അങ്ങനെ ഒരു മാതൃകയാക്കാൻ നമുക്ക് സാധിച്ചിട്ടുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അവിടെ നമുക്ക് പോരായ്മ ഉണ്ടായിട്ടുണ്ടോ എന്നുള്ളത് തന്നെയാണ് സൂചിപ്പിക്കുവാനുള്ളത്. ഇനി നമ്മൾ പറയുമ്പോൾ ഈ ഘട്ടത്തിൽ നിന്നുകൊണ്ട് നമുക്ക് ഇനി എന്ത് ചെയ്യാൻ സാധിക്കും? ഇപ്പോൾ നമുക്കറിയാം, ഇപ്പോൾ കേബിൾ TV വ്യവസായം നേരിടുന്ന പ്രശ്നങ്ങൾ നമുക്കറിയാം. അതിൻ്റെ ഒരു സൊല്യൂഷൻ എന്ന രീതിയിലാണ് നമ്മുടെ സംഘടന മുന്നോട്ട് വെച്ചത്. കേബിൾ ടിവിയുടെ കൂട്ടായ്മ ശക്തിപ്പെടുത്തി ക്ലസ്റ്റർ സംവിധാനത്തിലേക്ക് നമ്മൾ മാറണം എന്നുള്ള ഒരാശയം. എൻ്റെ അഭിപ്രായത്തിൽ അതേ ഗൗരവത്തിൽ തന്നെ ഈ COA എന്ന പ്രസ്ഥാനം പ്രാദേശിക ചാനലുകളെയും കൂട്ടായ്മയിലൂടെ ശക്തിപ്പെടുത്തുവാനുള്ള ഒരു പരിശ്രമം ഉണ്ടാവണം എന്നുള്ളതാണ്. അത് പറയുമ്പോൾ എനിക്ക് പ്രഭാഷണത്തെക്കാൾ ഉപരി എൻ്റെ അനുഭവങ്ങൾ പങ്കുവയ്ക്കുക എന്നുള്ള രീതിയിലേക്ക് കാര്യങ്ങൾ പോകണമെന്നാണ്, അങ്ങനെയാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. ഇപ്പോൾ മലപ്പുറം ജില്ലയിൽ, ഞാൻ മലപ്പുറം ജില്ലയിൽ നിന്ന് വരുന്ന ഒരു ഓപ്പറേറ്റർ കൂടിയാണ്. അവിടെ ഞാൻ അഡ്രസ് ചെയ്തിരുന്ന ഒരു പ്രാദേശിക ചാനലിൻ്റെ റവന്യൂ സൈഡ് ഏകദേശം 50% കുറവ് വന്നു. പ്രേക്ഷകർക്കും കുറവ് വന്നിട്ടുണ്ട്. നിങ്ങളൊക്കെ അനുഭവിക്കുന്ന, കേരളത്തിലെ പ്രാദേശിക ചാനൽ മുഴുവൻ അനുഭവിക്കുന്ന പ്രയാസങ്ങൾ മലപ്പുറം ജില്ലയിലും ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ അതിനൊരു പ്രതിവിധി എന്ന രീതിയിൽ നമുക്ക് ആലോചിച്ചപ്പോഴാണ് എന്തുകൊണ്ട് ചാനലുകൾക്ക് അത്തരമൊരു കൂട്ടായ്മ ഉണ്ടാക്കിക്കൂടാ എന്ന ചിന്ത വന്നത്. അപ്പം നമ്മുടെ മുന്നിൽ നേരത്തെ ആരെങ്കിലും ചെയ്തിരുന്നൊരു മാതൃക ഒന്നും ഉണ്ടായിരുന്നില്ല. ഇത് ഇങ്ങനെ ചെയ്താൽ മതി, ഒരു മാതൃകയൊന്നുമില്ല. അപ്പോൾ നമ്മൾ കൂടിയിരുന്ന് ആലോചിച്ചു. മലപ്പുറം ജില്ലയിലുള്ള ഏകദേശം 12ഓളം പ്രാദേശിക ചാനലുകൾ ഒരുമിച്ച് ചേരുവാനുള്ള ഒരു തീരുമാനമെടുക്കുകയും
ഘട്ടം ഘട്ടമായിട്ട് അതിനുള്ള പ്രവർത്തനം ആരംഭിക്കുകയും ചെയ്തു. ഇപ്പോൾ ആദ്യഘട്ടത്തിൽ നമ്മൾ നമ്മുടെ ജില്ലാ സംവിധാനത്തിൻ്റെ വിതരണ സംവിധാനത്തിൻ്റെ കെട്ടിടത്തിൽ തന്നെ അത്തരമൊരു കേന്ദ്രം ക്ലസ്റ്റർ സംവിധാനം ആരംഭിച്ചിരിക്കുകയാണ്. നിലവിൽ 5 ചാനലുകൾ മാത്രമാണ് ആ രീതിയിൽ കൂട്ടായ്മയിലൂടെ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത്. ഇത് പറയുമ്പോൾ അതിലൊരുപാട് പ്രതിബന്ധങ്ങൾ ഉണ്ടായിട്ടുണ്ട്. നമുക്കറിയാലോ, നേരത്തോടെ പറഞ്ഞ പോലെ നമ്മളൊക്കെ അഡ്രസ്സ് ചെയ്യപ്പെടുന്നത് ഓരോ ചാനലിൻ്റെ പേരിലാണ്. ഇപ്പോൾ കുന്നംകുളത്ത് നിന്ന് വരുന്ന ആളുകളാണെങ്കിൽ ഒരു പക്ഷേ CCTV ആയിരിക്കാം, തിരൂരാണെങ്കിൽ TCV ആയിരിക്കാം, തൃശ്ശൂരും അതേപോലെ ജില്ലാ ചാനൽ പേര് പറയുമ്പോൾ നമ്മുടെ ഒരു ഓപ്പറേറ്റർ അറിയപ്പെടുന്നത് TCV എന്ന പേരിലായിരിക്കാം തൃശ്ശൂർ, അല്ലെങ്കിൽ കണ്ണൂർ വിഷൻ, അല്ലെങ്കിൽ അവിടുത്തെ പ്രാദേശിക ചാനലിൻ്റെ പേരിലായിരിക്കാം. ആ തരത്തിലുള്ള ഒരു ഐഡൻറ്റിറ്റി നഷ്ടപ്പെടാതെ അവരുടെ വരുമാനത്തിൽ യാതൊരു തരത്തിലുള്ള ഇടപെടൽ നടത്താതെ അവരുടെ ചെലവുകൾ എങ്ങനെ ക്രമീകരിക്കാം അല്ലെങ്കിൽ കുറച്ച് കൊണ്ടുവരുവാൻ സാധിക്കും, അവരുടെ കണ്ടന്റ് എങ്ങനെ മെച്ചപ്പെടുത്താൻ സാധിക്കും, ഈ തരത്തിലുള്ള ഒരു പരിശ്രമം നടത്തിയത്. അത് വിജയകരമായിരുന്നു എന്നുള്ളതാണ് എനിക്കിവിടെ സൂചിപ്പിക്കാനുള്ളത്. ഇപ്പം ഞങ്ങൾ തുടങ്ങിയിട്ട് ആകെ 6 മാസമേ ആയിട്ടുള്ളൂ. അത് എങ്ങനെ ഏതൊക്കെ രീതിയിലുള്ള ഫലപ്രാപ്തിയാണ് എത്തിയതെന്നും കൂടി നമ്മൾ പരാമർശിച്ച് പോകുന്നത് നന്നായിരിക്കും. ഒന്ന്, ഇത്തരം കേന്ദ്രങ്ങൾ നമ്മൾ നടപ്പിലാക്കുമ്പോൾ അല്ലെങ്കിൽ തുടങ്ങുമ്പോൾ അത് കഴിയുന്നതും ജില്ലാ ചാനലിനോട് ചേർന്നുകൊണ്ടുള്ള രീതിയിലായിരിക്കണം. അങ്ങനെയാകുമ്പോൾ നമുക്കറിയാം, ജില്ലാ ചാനലിൻ്റെ നിലവാരത്തിനോടൊപ്പം തന്നെ പ്രാദേശിക ചാനൽ നിലവാരവും ഉയരുവാനുള്ള ഒരു പരിശ്രമം അവരുടെ ഭാഗത്ത് സ്വയം ഉണ്ടാകും. അതാണ് ഒരു കാര്യം. അങ്ങനെ ഉണ്ടായിട്ടുണ്ട്. പിന്നെ വേറൊന്ന്, ഇപ്പം നമുക്കറിയാലോ, വാർത്ത കാഴ്ച ശീലങ്ങളാണ് മാറിയത്. ഇപ്പോൾ ഇവിടെ ഹർഷൻ ഇവിടെ വന്ന് സംസാരിച്ച് പോയപ്പോൾ അദ്ദേഹത്തിൻ്റെ വാർത്തകൾ ഒരു പക്ഷേ നമ്മൾ രാത്രി ഇരുന്ന് കാണുന്നതിന് പകരം നമ്മുടെ മൊബൈലിലേക്ക് പോകും. അദ്ദേഹത്തിൻ്റെ മൊബൈൽ അവിടെ വെച്ച് വന്നു, തിരിച്ചു ചെല്ലുമ്പോഴേക്കും ആ വാർത്ത അവിടെ എത്തിയിട്ടുണ്ടായിരിക്കും. അത്രയും ഫാസ്റ്റായിട്ട് പോകുന്ന ഒരു കാലഘട്ടത്തിലൂടെ പോകുമ്പോൾ നമ്മൾ ഇത് കുറേയും കൂടെ ഫാസ്റ്റായിട്ട് ലഭിക്കുവാനുള്ള ഒരു രീതിയാണ് പറയുന്നത്. ഒരു കോമൺ ഡെസ്ക് ഉണ്ടാക്കിയെടുക്കുക എന്നുള്ളതാണ് ആദ്യമായിട്ട് ചെയ്യേണ്ട കാര്യം. ഇപ്പം 4 or 5 പ്രാദേശിക ചാനലുകൾ കൂടി ചേർന്ന് ജില്ലാ ചാനലിലേക്ക് കൂടി ചേർത്തുകൊണ്ട് ഒരു കോമൺ ഡെസ്ക് ഉണ്ടാക്കി കഴിഞ്ഞാൽ പ്രാദേശിക ചാനലിൽ നിന്ന് വരുന്ന എല്ലാ കണ്ടന്റുകളും, ഇന്നത്തെ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള കണ്ടന്റുകൾ ഒരേ ഡെസ്കിൽ കിട്ടുമ്പോൾ അതിൽ നിന്നും ജില്ലയ്ക്ക് ആവശ്യമായിട്ടുള്ള ജില്ലാ പ്രസക്തമായിട്ടുള്ള വാർത്താ കണ്ടന്റുകൾ എടുത്തുകൊണ്ട് ജില്ലയിൽ ടെലികാസ്റ്റ് ചെയ്യാൻ സാധിക്കും. അതാണ് ഞങ്ങളുടെ വാർത്തയുടെ ക്വാളിറ്റി ഉയരാനുള്ള ഒരു ഘടകമായിട്ട് മാറിയത്. അതോടൊപ്പം തന്നെ നമ്മുടെ ഇതിൻ്റെ ആരംഭത്തിൽ നമുക്കറിയാം, സ്വാഭാവികമായിട്ടും ഒരു പറിച്ചു നടൽ ആവശ്യമാണ്. ഇപ്പോൾ ക്ലസ്റ്റർ തുടങ്ങിയവർക്ക് അറിയാൻ പറ്റും, നമ്മൾ വർഷങ്ങളായിട്ട് നമ്മുടെ ഇരിപ്പിടങ്ങൾ മാറിയിരിക്കേണ്ടി വരുമ്പോൾ ഉണ്ടാകുന്ന ഒരു പ്രശ്നമുണ്ടല്ലോ, അത് ഈ പ്രാദേശിക ചാനലുണ്ട്. അപ്പോൾ അതിനുള്ള ഒരു മാനസികാവസ്ഥ നമ്മുടെ ഇതിൻ്റെ മാനേജ്മെൻറ്റ് ഉണ്ടായിരിക്കണം. ഇവിടെ എത്ര ചാനലിൻ്റെ മാനേജ്മെൻറ്റ് ഇവിടെ ഉണ്ടെന്ന് നമുക്കറിയില്ല. എന്ന് പ്രാദേശിക ചാനലുകളുടെ എന്താ പറയുക, മാനേജ്മെൻറ്റ് സൈഡിലുള്ള ആളുകൾ കുറവാണ് ഞാൻ മനസ്സിലാക്കുന്നത്. മറിച്ച് അതിലൂടെ നമ്മുടെ ഒരു മാനസികാവസ്ഥ മാറ്റിയെടുക്കേണ്ടതുണ്ട്. കാരണം അതിജീവനമാണ് പ്രശ്നം. ചുമരുണ്ടെങ്കിൽ ചിത്രം വരയ്ക്കാൻ പറ്റുള്ളൂ. അപ്പം അതുകൊണ്ട് തന്നെ നമ്മളൊരു പറിച്ചുനാട് നടുമ്പോൾ സ്വാഭാവികമായിട്ടും ആദ്യം അതിനെ പ്രതിരോധിക്കുക അതിലുള്ള ജീവനക്കാരാണ്. അവരൊരു മാറ്റങ്ങൾക്കും തയ്യാറാവില്ല. അപ്പം അങ്ങനെ ഒരു മാറ്റത്തിന് വിധേയമാവാൻ നമ്മളവരെ മാനസികമായി പ്രേരിപ്പിക്കേണ്ടതുണ്ട്. പക്ഷെ 2 മാസം കൊണ്ട് അവരുടെ ആ പ്രതിരോധം അവസാനിക്കും. ഞങ്ങളെ സംബന്ധിച്ച് എൻ്റെ ചാനൽ, ഞാൻ അഡ്രസ്സ് ചെയ്യുന്ന ചാനൽ NCV ചാനൽ എന്ന് പറയാം, മലപ്പുറം ജില്ലയിലെ ഏറ്റവും കൂടുതൽ കണക്ടിവിറ്റി ഉള്ള ഒരു ചാനലാണ്. അവിടുത്തെ ജീവനക്കാരോട് വളരെ സ്നേഹത്തോട് തന്നെ പറഞ്ഞു, ഒരു പക്ഷേ ഒന്നുകിൽ ഇത് നടത്തിക്കൊണ്ടുപോവുക,
അല്ലെങ്കിൽ ഇത് അവസാനിപ്പിക്കുക. നടത്തിക്കൊണ്ടുപോകണമെങ്കിൽ സ്വാഭാവികമായിട്ടും നിങ്ങൾ മാറ്റങ്ങൾക്ക് വിധേയമാവാൻ തയ്യാറാവണം. തീർച്ചയായിട്ടും അവരതിനോട് അനുഭാവപൂർവമായിട്ട് പ്രകടിപ്പിച്ചു. ആദ്യത്തിലൊക്കെ ചില പ്രതിരോധം ഉണ്ടായിരുന്നു. പക്ഷേ ഇന്ന് ഏറ്റവും കൂടുതൽ ഈ സംവിധാനത്തിനെ നല്ല രീതിയിൽ നോക്കിക്കാണുന്നവർ അവരാണ്. കാരണം നമുക്കറിയാലോ, പ്രാദേശിക ചാനലിനെ സംബന്ധിച്ച് ഒരു പ്രധാനപ്പെട്ട ആഘോഷങ്ങൾ വരുമ്പോൾ അല്ലെങ്കിൽ ആ രീതിയിലൊക്കെ നമ്മൾ എൻഗേജ്ഡ് ആവുന്ന ഒരവസ്ഥ ഉണ്ടാവുന്നുണ്ട് ജീവനക്കാർക്ക്. അവർക്കൊരു ലീവ് കിട്ടുന്നില്ല. അപ്പോൾ ഇത്തരം സാഹചര്യങ്ങളിൽ തീർച്ചയായിട്ടും ഇവർ തമ്മിലുള്ള ഒരു പരസ്പര സഹായം വെച്ചുകൊണ്ട് സഹകരിച്ചുകൊണ്ട് കൃത്യമായിട്ടുള്ള ജോലി ഭാരം അവർ ഷെഡ്യൂൾ ചെയ്യുന്നുണ്ട്. അപ്പം അതുകൊണ്ട് തന്നെ ഏറ്റവും കൂടുതൽ ഇന്ന് ആ ചാനൽ ക്ലസ്റ്റർ സംവിധാനത്തിനെ നല്ല രീതിയിൽ നോക്കിക്കാണുന്ന ഒരു വിഭാഗമാണ് നമ്മുടെ ജീവനക്കാർ. അതിനുള്ളൊരു മനോഭാവം നമ്മുടെ മാനേജ്മെൻറ്റ് സൈഡിൽ ഉണ്ടാവണം. അതാണ് നമ്മൾ ചെയ്യേണ്ട പ്രധാനപ്പെട്ട ഒരു കാര്യം. തീർച്ചയായിട്ടും ഞാൻ പറഞ്ഞു, അവരുടെ നിലവാരത്തിൻ്റെ കാര്യത്തിൽ അവർ സ്വയം ഉയരാൻ ശ്രമിക്കുന്നുണ്ട്, സ്വയം പഠിക്കാൻ ശ്രമിക്കുന്നുണ്ട്. വേറൊന്ന്, നമ്മുടെ വാർത്താ വായന അല്ലെങ്കിൽ വാർത്താ അവതാരകർ അവർ സ്ഥിരമായിട്ട് നമ്മുടെ ആ ഒരു റീച്ചിൽ മാത്രം നിൽക്കുന്ന ആളുകളാണ്. ഏതാണോ എൻ്റെ പ്രാദേശിക ചാനൽ, അതിൽ വാർത്ത കാണുന്ന ആ പ്രേക്ഷക സമൂഹത്തിൽ മാത്രം നിൽക്കുന്ന ആളുകളാണ്. മറിച്ച് ക്രോസ് വാച്ചിങ് ഇല്ലാത്ത ചാനലിലേക്ക് കൂടി, ക്രോസ് വാച്ചിങ് എന്ന് പറയുമ്പോൾ നമ്മുടെ ജില്ലാ ചാനലും പ്രാദേശിക ചാനലും തമ്മിൽ ക്രോസ് വാച്ചിങ് ഉണ്ട്. മറിച്ച് ക്രോസ് വാച്ചിങ് ഇല്ലാത്ത ചാനലുകൾ തമ്മിൽ അവരുടെ വാർത്താ അവതാരകരെ ഷെയർ ചെയ്യുമ്പോൾ അവരുടെ റീച്ച് അവർക്ക് കൂടുതൽ സ്വീകാര്യത ലഭിക്കുകയാണ്. മാത്രമല്ല അത് അവിടുത്തെ പ്രേക്ഷകർക്ക് കൂടി ഗുണം ചെയ്യണം. മറ്റത് സ്ഥിരമായി കണ്ടിട്ടുള്ള ഒരു മുഖം അതൊരു വിരസമായി തീരുമ്പോൾ കൂടുതൽ വാർത്താ അവതാരകരെ കാണുന്നു എന്നുള്ള ഒരു അനുകൂല ഘടകം കൂടി അതിൻ്റെ ഭാഗമായിട്ടുണ്ടായിട്ടുണ്ട്. വേറൊന്ന്, നമ്മളെപ്പോഴും ചർച്ച ചെയ്യുന്ന ഒരു പ്രശ്നം നമ്മുടെ വരുമാനത്തിൻ്റെ കാര്യത്തിലാണ്. നമ്മളവിടെ നിലവിൽ ഇപ്പോൾ ചാനൽ ക്ലസ്റ്റർ എന്ന് പറയുമ്പോൾ കേബിൾ ടി വിയുടെ ക്ലസ്റ്റർ പോലെയല്ല. കേബിൾ ടി വിയുടെ ക്ലസ്റ്റർ എന്ന് പറയുമ്പോൾ സമഗ്രമായിട്ടുള്ള എല്ലാ വരുമാന മാർഗങ്ങളൊക്കെ തന്നെ ഒരു സെൻട്രൽ പൂളിലേക്ക് വരുന്ന ഒരു രീതിയാണ് ഉള്ളത്. പക്ഷേ നമ്മളതിൽ കുറേയും കൂടെയും സമയമെടുത്തുകൊണ്ട് ആ കാര്യം ചെയ്യണമെന്നാണ് പറയാനുള്ളത്. ഇപ്പോൾ തൽക്കാലം നമുക്ക് അതിൻ്റെ പരസ്യ വരുമാനത്തിൻ്റെ കാര്യത്തിൽ ഇപ്പോൾ ഒരു കൺസോൾട്ടേഷൻ്റെ ആവശ്യമില്ല. നിലവിൽ എങ്ങനെയാണോ പരസ്യ വരുമാനങ്ങൾ പോകുന്നത് ആ രീതിയിൽ പോക്കോട്ടെ. എന്നാൽ പൊതുവായ പരസ്യങ്ങൾ വരുമ്പോൾ ഇപ്പോൾ ഞങ്ങൾ ആരംഭിച്ചിട്ടുണ്ട്, അങ്ങനെ മാർക്കറ്റിംഗ് സൈഡ് ആരംഭിച്ചിട്ടുണ്ട്. ചെറിയ രീതിയിലുള്ള ഒരു വരുമാനം ആ രീതിയിലേക്ക് തുടങ്ങി വെച്ചിട്ടുണ്ട്. അത് നമുക്കറിയാം, നമ്മുടെ കണക്ടിവിറ്റിയുടെ അനുപാതത്തിൽ നമുക്കതിനെ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യാനുള്ള ഒരു കാര്യം കൂടി ഉണ്ട്. പിന്നെ നമ്മുടെ ചാനൽ കോർഡിനേഷൻ ഭാഗമായിട്ട് നിരവധി ക്യാമ്പുകൾ, സെമിനാറുകൾ ഒക്കെ സംഘടിപ്പിക്കുമ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത് നമ്മുടെ ഓപ്പറേറ്റർമാരോ മാനേജ്മെൻറ്റ് സൈഡാണ് അതുമായി ബന്ധപ്പെട്ട് സഹകരിക്കുന്നതെങ്കിൽ അതിൻ്റെ യഥാർത്ഥത്തിൽ അതിൻ്റെ കാര്യങ്ങൾ എത്തിച്ചേരേണ്ടത് ഈ ചാനലിൻ്റെ ജീവനക്കാരുടെ ഇടയിലാണ്. അത് ഇന്നത്തെ സാഹചര്യത്തിൽ അത് പ്രായോഗികമല്ല. 1-2 ജീവനക്കാരെ വെച്ചുകൊണ്ട് മുന്നോട്ട് പോകുന്ന, അല്ലെങ്കിൽ 2-3 ആളുകൾ വെച്ചുകൊണ്ട് പോകുന്ന ജീവനക്കാരിൽ നിന്നും 1-2 ദിവസം ഒരു ക്യാമ്പിലേക്ക് പോകുക എന്ന് പറഞ്ഞാൽ അതൊന്നും പ്രായോഗികമായ കാര്യങ്ങളല്ല. മറിച്ച് ഒരു കേന്ദ്രത്തിൽ പ്രാദേശിക ചാനലുകളുടെ വലിയ ഒരു വിഭാഗമുണ്ടെങ്കിൽ അവർക്ക് ആവശ്യമുള്ള ക്ലാസ്സുകൾ, ട്രെയിനിങ്, മറ്റ് സൗകര്യങ്ങളൊക്കെ അവിടെ പോയി കൊടുക്കാൻ സാധിക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും അവരുടെ നിലവാരം വർദ്ധിക്കും എന്നുള്ള കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല. അപ്പോൾ ആ രീതിയിൽ നമ്മളതിനെ നമ്മുടെ ചാനൽ കോർഡിനേഷൻ ഡിസൈൻ ചെയ്യേണ്ടതുണ്ട് എന്നാണ് ഇവിടെ എനിക്ക് സൂചിപ്പിക്കുവാനുള്ളത്. പിന്നെ ഇവിടെ പരാമർശിക്കേണ്ട പോലെ സോഷ്യൽ മീഡിയയാണ് നമ്മുടെ ഏറ്റവും വലിയ ഇന്നത്തെ നമ്മുടെ ഒരു പ്രതിയോഗി എന്ന് പറയാം. അവിടെ അതേ രീതിയിലുള്ള, അല്ലെങ്കിൽ സോഷ്യൽ മീഡിയയെ ബന്ധപ്പെട്ടിട്ടുള്ള എങ്ങനെ നമുക്ക് പ്രാദേശിക ചാനലിനെ
എങ്ങനെ അതിലേക്ക് ഉയർത്തിക്കൊണ്ടുവരാമെന്നിവിടെ മനീഷ് എത്തിയിട്ടുള്ളൂ അല്ലേ? തീർച്ചയായിട്ടും മനീഷ് ഇവിടെ അവതരിപ്പിക്കും, ഞാൻ അതിലേക്ക് പോകുന്നില്ല. പക്ഷെ ഒരു കാര്യം സൂചിപ്പിക്കുവാൻ ആഗ്രഹിക്കുകയാണ്. നമ്മളൊക്കെ ഏറ്റവും കൂടുതൽ എക്സ്പീരിയൻസ് ഉള്ള ആളുകളാണ് ഏറ്റവും കൂടുതൽ മാധ്യമത്തിലേക്ക് കൂടുതൽ സംഭാവന തരാമെന്ന് ആഗ്രഹിക്കുമ്പോൾ ഇന്ന് അതിൻ്റെ റിയാലിറ്റി എന്ന് പറയുന്നത് കൂടുതൽ യൂത്തിനെ ഈ മീഡിയയിലേക്ക് കൊണ്ടുവരാൻ നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. പ്രത്യേകിച്ച് സോഷ്യൽ മീഡിയയിൽ ഏറ്റവും കൂടുതൽ വ്യൂവർഷിപ്പ് ഉള്ളത് അല്ലെങ്കിൽ അവർ കാണുന്നത് യൂത്താണ്. അതുകൊണ്ട് തന്നെ നമ്മൾ സോഷ്യൽ മീഡിയയിൽ പ്രത്യേകിച്ച് ന്യൂജൻ സ്റ്റാഫിനെ നമ്മൾ ഉപയോഗപ്പെടുത്തേണ്ടതുണ്ട് എന്നാണ് എനിക്ക് സൂചിപ്പിക്കാനുള്ളത്. ഞങ്ങളങ്ങനെ ഉപയോഗപ്പെടുത്തിയത് കൊണ്ട് അതിൻ്റെ ചില പ്രയോജനങ്ങൾ ഉണ്ടായിട്ടുണ്ടെന്ന് കൂടി ഞാനിവിടെ സൂചിപ്പിക്കുകയാണ്. ഇത്രയും കാര്യങ്ങളൊക്കെയാണ് പ്രധാനമായിട്ടും നമുക്ക് ഈ ചാനൽ ക്ലസ്റ്ററുമായി ബന്ധപ്പെട്ടിട്ടുള്ള പോയിന്റുകളായിട്ട് സൂചിപ്പിക്കുവാനുള്ളത്. ഇനി ഇതിനെങ്ങനെ സാങ്കേതികമായിട്ട് എങ്ങനെ ഇതിനെ നമ്മൾ ചിട്ടപ്പെടുത്താൻ സാധിക്കും? നമുക്കറിയാം, ഒരു കേന്ദ്രത്തിൽ ഇന്ന് ഒരുപാട് സാങ്കേതികമായിട്ടുള്ള ഡെവലപ്മെൻറ്റ് ഉണ്ടായിട്ടുണ്ട്. ഒരു പ്ലേ ഔട്ട് തന്നെ മതി 2, 3, 4 ചാനൽ ഓടിക്കാൻ. ആ തരത്തിലുള്ള സോഫ്റ്റ്വെയർ ഉണ്ടെങ്കിൽ ഒരു പ്ലേ ഔട്ടിൽ നിന്ന് 4 ചാനൽ വരെ ഓടിക്കാൻ സാധിക്കും. ആ രീതിയിൽ നമുക്ക് അതിൻ്റെ എക്സ്പെൻസുകൾ കുറയ്ക്കാൻ സാധിക്കുന്ന സാഹചര്യമുണ്ട്. ഇപ്പോൾ ബലത്തിൽ ഞങ്ങളെ സംബന്ധിച്ച് ഒരു 20 മുതൽ 30% വരെയുള്ള എക്സ്പെൻസ് നമുക്ക് കുറയ്ക്കാൻ കഴിഞ്ഞിട്ടുണ്ട് എന്നുള്ളത് കൂടി ഞാനിവിടെ സൂചിപ്പിക്കുകയാണ്. ചെലവ് കുറയ്ക്കുക എന്ന് പറയുന്നത് നിലവാരം കുറച്ചിട്ടല്ല, നിലവാരം ഉയർത്തിക്കൊണ്ട് നമ്മുടെ ചെലവ് കുറച്ചുകൊണ്ട് മുന്നോട്ട് പോയാൽ മാത്രമേ നിലവിൽ പ്രാദേശിക ചാനൽ നിലനിൽക്കൂ എന്നുള്ള കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല. അതിനനുസരിച്ചിട്ടുള്ള ഒരു കോമൺ FPC, പൊതുവായിട്ടുള്ള ഫൈനൽ പ്രോഗ്രാം ചാർട്ട് നമുക്ക് ഉണ്ടാക്കേണ്ടതുണ്ട്. കണ്ടന്റുകൾ നമ്മൾ ഷെയർ ചെയ്യേണ്ടതുണ്ട്. നമുക്കറിയാലോ, ഇപ്പോൾ പ്രാദേശിക ചാനൽ വാർത്ത മാത്രമല്ല, വാർത്താ അധിഷ്ഠിതമായ പ്രോഗ്രാമുകളുണ്ട്, പൊതുവായ കണ്ടന്റുകളുണ്ട്. ഇതൊക്കെ പരസ്പരം ഷെയർ ചെയ്യാൻ കൂടി നമ്മുടെ ഈ ചാനൽ ക്ലസ്റ്റർ സഹായിക്കും. ഏതായാലും ഇതിൻ്റെ ഒരു തുടർ പ്രവർത്തനം തീർച്ചയായിട്ടും നമ്മൾ ചാനൽ കോർഡിനേഷൻ്റെ ഭാഗമായിട്ടുണ്ടാവും. ഇതുതന്നെയാണ് നമ്മുടെ അതിജീവനത്തിനുള്ള പാത. അതിജീവനത്തിന് വേണ്ടി കൂടുതൽ കാര്യങ്ങൾ നമ്മൾ ഇനിയും അന്വേഷിക്കേണ്ടതുണ്ടെന്ന് മാത്രം സൂചിപ്പിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുകയാണ്. നന്ദി.